ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോയ വിമാനം തകർന്ന് ഉണ്ടായ അപകടം നമ്മളെല്ലാവരും ഞെട്ടലോടെ കേട്ടു. ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാർത്തകൾ കണ്ടത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ആലോചിച്ചു. വേറെ ഒന്നുമല്ല, നമ്മളെല്ലാ ദിവസവും എന്തൊക്കെ പദ്ധതികളിട്ടാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വീടുകളിൽ നിന്ന് ഇറങ്ങുക. പക്ഷേ ഇതൊക്കെ നടക്കണം എന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഈ അപകടത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. ഇത്തരം പല കാഴ്ചകളും കേൾവികളും ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കാറുമുണ്ട്. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ ദാരുണമായി തോന്നിയ ഒരു കാര്യമാണ്. കൃണാൽ മിശ്ര എന്ന ഒരു വ്യക്തി അതിൽ ഉണ്ടായിരുന്നു, ആ വിമാനത്തിലുണ്ടായിരുന്നു. അദ്ദേഹം അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് യാത്ര തിരിച്ചതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആ വിമാനത്തിൽ അദ്ദേഹം പോകാൻ പദ്ധതിയിട്ടയാളല്ല. ജൂൺ 6-ാം തീയതി ഒരു ഫ്ലൈറ്റ് ആണ് അദ്ദേഹം ബുക്ക് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ എന്തോ ഒരു തകരാറ് കാരണം അദ്ദേഹം ആ സെർച്ച് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ ആ ടിക്കറ്റ് എടുക്കുന്ന സമയത്തുള്ള ആ പെശക് പറ്റി. ആ പെശക് കാരണമാണ് 6-ാം തീയതി എന്നുള്ളത് അദ്ദേഹം ഈ അപകടത്തിൽപ്പെട്ട ഫ്ലൈറ്റായി മാറിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന് വേറെ ഓപ്ഷനില്ല. പണം കൊടുത്ത് ആ ഫ്ലൈറ്റ് എടുത്തതുകൊണ്ട് തന്നെ 6-ാം തീയതിത്തെ യാത്ര അദ്ദേഹം ഈ അപകടം നടന്ന ദിവസത്തേക്ക് മാറ്റി വെക്കുകയായിരുന്നു. അത് എന്തൊരു ദാരുണമായ ഒരു സംഭവമാണ് എന്ന് ഒന്ന് ഓർത്തു നോക്കുക. ഇതിനോടൊപ്പം മറ്റൊരു വാർത്ത കൂടി കണ്ടു. രക്ഷപ്പെട്ട ഒരു യുവതി, ആ സ്ത്രീ പറയുന്നത് അവരെ സംബന്ധിച്ച് ആ വിമാനത്തിൽ ഉണ്ടാകേണ്ടതായിരുന്നു. ട്രാഫിക് ബ്ലോക്ക് കാരണം അവർക്ക് അവസാന നിമിഷം ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യാൻ സാധിച്ചില്ല. അവർ എയർപോർട്ടിൽ തിരക്കിൽ എത്തിയപ്പോൾ ബോർഡിങ് അവസാനിപ്പിച്ചിരുന്നു. അവർ ചെക്ക് ഇൻ പ്രോസസ്സ് അവസാനിപ്പിച്ചിരുന്നു. അവർ കാല് പിടിച്ച് ചോദിച്ചു അവിടുത്തെ അധികൃതരോട്, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് അനുവദിക്കണം, കാരണം വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായ ഒരു കാര്യമാണ്. അവർ സമ്മതിച്ചില്ല. അവർ വളരെ നിരാശയോടുകൂടി തിരിച്ച് വീട്ടിലേക്ക് ടാക്സിയിൽ പോകുന്ന വഴിക്കാണ് അവർ പോകാനിരുന്ന വിമാനം തകർന്നു എന്നറിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളിലും ഓരോ യാത്രകളിലും നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്ന നിമിഷം മുതൽ, അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന നിമിഷം മുതൽ ഉള്ള ഓരോ ജീവിതത്തിലെ നിമിഷവും എത്ര അതിജീവനത്തിൻ്റെ കഥകളാണ് നമുക്കുള്ളത്. ഓരോ നിമിഷവും ഒരു അതിജീവനമാണ്. ഞാനത് പറയാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് വലിയ പരാജയങ്ങളുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഈ പറഞ്ഞതൊന്ന് ആലോചിക്കാം. നമ്മളുടെ ഓരോ നിമിഷവും, ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ഒരു അതിജീവനമാണ്. അത് ഒരു ഔദാര്യമാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.